യെസ്, ഫേബറിന്റെ ഒരു പുതിയ ലേറ്റസ്റ്റ് പ്രോഡക്റ്റ് ആണ് ബോൾട്ട് 90 സീരീസിൽ വരുന്ന ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഹുഡാണ്. ഇത് സ്റ്റീം ക്ലീനിങ് ടെക്നോളജിയോട് കൂടിയിട്ടാണ് ഈ ഹുഡ് വരുന്നത്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഓട്ടോ ക്ലീൻ ടെക്നോളജിയിലുള്ള കുറെ ഹുഡ്സ്. നമുക്ക് പ്രൈമസ് ഉണ്ടായിരുന്നു, അതിനുശേഷം പ്രസ്റ്റ് വന്നു. ഈ ഇരിക്കുന്ന സെനിത്ത് പോലുള്ള മോഡൽസ് ഒക്കെ നമുക്ക് ഓട്ടോ ക്ലീൻ സീരീസിലുള്ള ചിമ്നീസ് ആയിരുന്നു. ഓട്ടോ ക്ലീൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഒന്നോടെ ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് സ്റ്റീം ക്ലീനിങ് ടെക്നോളജിയിലേക്കാണ് ബോൾട്ട് വന്നിരിക്കുന്നത്. സ്റ്റീം ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വാട്ടർ ഇൻലെറ്റ് കൊടുത്ത് ആ വെള്ളം ചെന്ന് വെള്ളത്തിന് ചൂടാക്കി ഹീറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം വെച്ചിട്ടാണ് മോട്ടർ ക്ലീൻ ചെയ്യുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റീം ക്ലീനിങ് എന്ന് വെച്ചാൽ മോട്ടറിന്റെ ഇൻസൈഡ് ഫുള്ള് വെള്ളം വെച്ചിട്ട് ചൂടുവെള്ളം വെച്ചിട്ട് സ്റ്റീം വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കുന്ന ഒരു ടെക്നോളജിയാണ് സ്റ്റീം വാഷിംഗ് ടെക്നോളജി. അപ്പൊ ഇതിന്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. ഇതിന് രണ്ട് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണുള്ളത്. ഒന്ന് നമുക്ക് ഗസ്റ്ററിൽ വർക്ക് ചെയ്യും, നമുക്ക് കൈ വേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ചെയ്യോ ഓഫ് ചെയ്യോ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി. അത് കൂടാതെ ഇതിന് ടച്ച് കൺട്രോളും ഉണ്ട്. ഇതിനകത്ത് ഗസ്റ്റർ വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ഗസ്റ്ററിന്റെ ഒരു സിമ്പിൾ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗസ്റ്റർ നമുക്ക് ഓൺ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഗസ്റ്ററിന്റെ സിമ്പിള് ലൈറ്റ് അപ്പ് ആവും. സോ ഇത് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവും. പിന്നെ നമ്മൾ ഗസ്റ്റർ ഇതിൽ വർക്ക് ചെയ്യില്ല. ഓൺ ചെയ്യണമെങ്കിൽ ഗസ്റ്റർ നമ്മൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് വേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിമ്നി ഓൺ ആവും. ദെൻ എഗെയിൻ വേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിമ്നി ഓഫ് ആവും. സോ ഇതിന്റെ പ്രത്യേകത പഴയ ഹുഡ് പോലെയുള്ള നമ്മുടെ ക്രെസ്റ്റോ സെനിത്തോ പോലെ ലെഫ്റ്റ് ടു റൈറ്റ് ടു ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. നിങ്ങൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓൺ ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെ ഓൺ ആയി, ദെൻ എഗെയിൻ വേവ് ചെയ്ത് കഴിഞ്ഞാൽ ചിമ്നി ഓഫ് ആവും. സോ അപ്പം സ്പീഡ് കൺട്രോളിംഗ് ഒക്കെ നമുക്ക് ടച്ച് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. ടച്ച് ചെയ്തും ചെയ്യാം. ഇപ്പൊ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിമ്നി ഓൺ ആയി. ഓൺ ആവുമ്പോൾ ചിമ്നി ഒരു സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്, നോർമൽ ഒരു സ്പീഡിൽ വർക്ക് ചെയ്യും. ഇത് ഏറ്റവും ടോപ്പ് സ്പീഡിലാണ് ഇപ്പൊ ചിമ്നി വർക്ക് ചെയ്യുന്നത്. നമ്മൾ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സ്പീഡ് 1, സ്പീഡ് 2, സ്പീഡ് 1, സ്പീഡ് 2, 2 സ്പീഡ്സ് ആണ് ഇതിനുള്ളത്. ഇത് കൂടാതെ ഒരു ടർബോ സ്പീഡ് ഉണ്ട്. നമ്മൾ എക്സസീവ് ആയിട്ടുള്ള ഫ്യൂംസ് ഒക്കെ വന്നാൽ അല്ലെങ്കിൽ സ്മെല്ലോ സ്മോക്കോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ചിമ്നി ഒരു 20 മിനിറ്റ്സ് ഒരു ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഏത് സ്പീഡിലാണോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സ്പീഡിലേക്ക് തിരിച്ച് ചിമ്നി വരും. ഇതാണ് ടർബോ സ്പീഡ്. ഇപ്പൊ ടർബോ വേണ്ടെങ്കിൽ നമുക്ക് ടർബോ ഓഫ് ചെയ്യാം. ദെൻ അഗെയിൻ നോർമൽ സ്പീഡിലേക്ക് ചിമ്നി തിരിച്ചു വരും. സോ ഇതാണ് സംഭവം. ഇതിനകത്തൊരു ലൈറ്റിന്റെ ബട്ടൺ ഉണ്ട്. ലൈറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് 1.5 വാട്ട്സിന്റെ രണ്ട് LED ലൈറ്റ്സ് അതിലുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. മാത്രമല്ല ഇതിനകത്ത് ഉപയോഗിക്കുന്ന ബ്ലോവർ എന്ന് പറയുന്നത് 100% ഫുൾ മെറ്റാലിക് ബ്ലോവർ ആണ്. 240 വാട്ട്സ് ആണ് ബ്ലോവറിന്റെ കപ്പാസിറ്റി വരുന്നത്. 240 വാട്ട്സിന്റെ ഹൈ പവർ ബ്ലോവർ ആണ് വരുന്നത്. ഈ ചിമ്മിയുടെ സെക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1500 മീറ്റർ ക്യൂബ് പെർ അവർ ആണ്. 1500 മീറ്റർ ക്യൂബ് പെർ അവറിൽ ഏറ്റവും ഹൈയസ്റ്റ് സെക്ഷനിൽ വരുന്ന ഒരു ചിമ്മിയാണ് ബോൾട്ട് എന്ന് പറയുന്ന മോഡൽ. സോ നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു 3 മിനിറ്റ് ടൈമിൽ ചിമ്നി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓഫ് ആവില്ല. ഒരു 3 മിനിറ്റിലേക്ക് ഈ സ്വിച്ച് ബട്ടൺ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. 3 മിനിറ്റ് കഴിയുമ്പോൾ ചിമ്നി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അത് നമ്മൾ ഈ റെസിഡ്യൂവൽ ഫ്യൂംസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ 3 മിനിറ്റ് ടൈമിംഗ്. നമുക്ക് ഈ ഒരു ടൈമർ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നോടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിമ്നി ഓഫ് ആയിക്കോളും. സോ ഇതാണ് സംഭവം. ദെൻ ഇതിന്റെ ക്ലീനിങ് ടെക്നോളജിയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനകത്തുള്ളത് ഒരു ഓയിൽ കപ്പ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഓയിൽ കപ്പ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓയിൽ കപ്പാണ്. ഇവിടെ ഒരു ഓയിൽ കപ്പിന്റെ ഒരു ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ ഇതിനകത്തുണ്ട്. ഒരു ഓയിൽ കപ്പ്, ഒരു ഓയിൽ വിൻഡോ ഉണ്ട്. സോ ഇതിൽ നമുക്ക് ഇതിനകത്തുള്ള നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എടുക്കുന്ന ഓയിലും വെള്ളം എല്ലാം കൂടെ വന്ന് ഫില്ലായി കഴിഞ്ഞാൽ അതിന്റെ ലെവൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു സെർട്ടൈൻ ലെവൽ വിട്ട് എക്സീഡ് ചെയ്യുമ്പോൾ നമ്മളിത് അഴിച്ചെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. ഊരിയെടുത്ത് നമ്മൾ അതിനുള്ളിലുള്ള സ്റ്റീമും മീൻസ് ഓയിലും വേസ്റ്റും എല്ലാം നമ്മൾ കളയണം. വെള്ളമെല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞ് തിരിച്ച് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ ടെക്നോളജി ഇതാണ് ശരിക്കും ഒരു വാട്ടർ കപ്പ് ഇതിനകത്ത് വരുന്നത്. ഈ വാട്ടർ കപ്പിനകത്ത് ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു അപ് ടു 750 ml വരെ നമുക്ക് വെള്ളം ഇതിനകത്ത് ഫില്ല് ചെയ്യാം. 750 മില്ലി വെള്ളം ഫില്ല് ചെയ്ത് ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. ഈ വെള്ളത്തിനെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് ഇതിനകത്തുണ്ട്. സോ ഇതിനകത്തൊരു ലോക്ക് അൺലോക്ക് പൊസിഷൻ നിങ്ങൾക്ക് ഇതിന്റെ മേളിൽ കാണാൻ പറ്റും. ഇത് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ
ഇതാ ഇപ്പം ലോക്കായി. അൺലോക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് ടേൺ ചെയ്യാം. ഇത് ചെയ്തിട്ട് ഇതിനകത്തൊരു എക്സ്ട്രാ ഒരു ട്യൂബ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ട്യൂബുണ്ട്. രണ്ടും ഒരേപോലെ രണ്ട് സൈഡുള്ള ട്യൂബാണ്. ഇതിന്റെ ഒരു എൻഡ് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് എൻഡ് ഈ സൈഡിൽ ഒരു പ്ലഗ് ഉണ്ട്. ജസ്റ്റ് ഒരു വാട്ടർ പ്ലഗ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ ക്യാപ്പ് നമ്മൾ അഴിച്ചെടുക്കുക. ക്യാപ്പ് നമ്മൾ അഴിച്ചെടുത്തിട്ട് കറക്റ്റ് ഇതിൽ നമ്മളിത് പ്രസ് ചെയ്ത് കണക്ഷൻ കൊടുക്കുക. സോ അപ്പോൾ ആ വാട്ടറിൽ നെറ്റായി. ഇനി നമ്മൾ ഓട്ടോ ക്ലീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് നോർമലി ചിമ്നി വർക്ക് ചെയ്ത് ഓട്ടോ ക്ലീൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ചിമ്നി ക്ലീൻ ചെയ്യേണ്ട ടൈം ആകുമ്പോൾ ചിമ്നി തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ തരും. അതായത് ഈ സ്റ്റീം വാഷ് ടെക്നോളജി, ഈ സ്റ്റീം വാഷ് എഴുതിയിരിക്കുന്ന ഈ ഒരു ലോഗോ, ഈ ഒരു എംപ്ലം, അത് റെഡ് കളറിൽ ലൈറ്റ് അപ്പ് ചെയ്യാൻ തുടങ്ങും. റെഡ് കളറായി അത് ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. ആ സമയം ഇത് ചിമ്നി വാഷ് ചെയ്യേണ്ട ടൈമായി എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ചിമ്നി തരുന്ന ഒരു ഇൻഡിക്കേഷൻ ആണ് അത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ ഒരു 3 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ ഓട്ടോ ക്ലീൻ സ്റ്റീം വാഷിംഗ് എനേബിൾ ആയി. നിങ്ങൾ ഇവിടെ നോക്കിയാൽ വെള്ളം ഇതിലെ പാസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇത് വെള്ളം ഇവിടുന്ന് കയറി പോകുന്നത് കാണാൻ പറ്റും. വെള്ളം കയറി പോകുന്നു. വെള്ളം കയറിപ്പോയി ചിമ്നിയിലെത്തി. ആ സൗണ്ട്, അതിന്റെ ഒരു ക്ലീനിങ് പ്രോസസ് നടക്കുന്ന സൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. വെള്ളം കയറിപ്പോയി സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇതിന്റെ പ്രോസസ് നടക്കുന്ന 12 മിനിറ്റ്സ് ആണ് ഇതിന്റെ സ്റ്റീം വാഷിംഗ് നടക്കുന്നത്. 12 മിനിറ്റ് ചിമ്നിയിൽ ഈ വെള്ളം കയറിപ്പോയി സ്റ്റീമാക്കി, സ്റ്റീം വെച്ചിട്ട് 12 മിനിറ്റ് ചിമ്നിയുടെ മോട്ടർ ഫുള്ള് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യും. ദെൻ അടുത്തൊരു 3 മിനിറ്റ്സ് ഇതിന്റെ ഡ്രൈയിങ് ഫംഗ്ഷൻ ആണ് നടക്കുന്നത്. 3 മിനിറ്റ് ചിമ്നിയുടെ മോട്ടറിനും മീൻസ് വെറ്റ് ആയിട്ടുള്ള എല്ലാ ഏരിയയും ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് ചിമ്നി എടുക്കും. അങ്ങനെ ടോട്ടൽ 15 മിനിറ്റ്സ് ആണ് ഇതിന്റെ ടൈമിംഗ്. ഇതിന്റെ ക്ലീനിങ് ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ്സ് ആണ്. 15 മിനിറ്റ്സ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റീം വാഷിംഗ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ നമുക്കത് രണ്ടാമത് യൂസ് ചെയ്യാൻ ചിമ്നി റെഡിയായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 15 മിനിറ്റ് കൊണ്ട് ഈ സ്റ്റീം വാഷിംഗ് ടെക്നോളജി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുന്ന വെള്ളം ഫസ്റ്റ് ശരിക്കും ഒരു റിൻസിങ് ആണ് നടക്കുന്നത്. ഇതിനുള്ളിലുള്ള എന്താ പറയാ, ഈ ഡേർട്ടിനെ എല്ലാം, ഇതിനകത്ത് എത്രത്തോളം സോയിൽഡ് ആയിട്ടുണ്ടോ അതിനെല്ലാം ഇത് വെള്ളം വെച്ചൊന്ന് ഒന്ന് റിൻസ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കഴിയും ഇത് ക്ലീനിങ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ആ ക്ലീനിങ് തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ വലിച്ചെടുക്കുന്ന വെള്ളം, ഈ എടുക്കുന്ന വെള്ളം സ്റ്റീമായിട്ട് ഒരു സെർട്ടൈൻ പെർസെന്റേജ് നമ്മുടെ ഡക്റ്റ് കവർ വഴി, നമ്മൾ ചിമ്നിയുടെ ഡക്റ്റ് പുറത്തോട്ട് കൊടുക്കുന്ന ആ ഡക്റ്റ് വഴി പുറത്തോട്ട് പോകും. ബാക്കി ഒരു സെർട്ടൈൻ പെർസെന്റേജ് നോർമലി താഴോട്ട് വരും, നമ്മുടെ ഈ ഓയിൽ കപ്പിനകത്ത് വന്ന് ഫില്ലാവും. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ വാഷിന് ശേഷം ഈ ഓയിൽ കപ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഓയിൽ കപ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. വെള്ളം നമ്മൾ ഓരോ പ്രാവശ്യത്തേക്കുള്ളത് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. നോർമലി ഒരു 750 ml വെള്ളമാണ് ഒരു ഫുൾ വാഷിന് ചിമ്നി എടുക്കുക. 750 ml നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഡിസ്റ്റിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ പ്യൂരിഫയറിൽ നിന്നോ എടുക്കുന്ന ക്ലീൻ വാട്ടർ ആയിരിക്കണം ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ ക്ലീനിങ് പ്രോസസ് നടക്കുകയാണ്. വെള്ളം കണ്ടിന്യൂസ് എടുത്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ഇൻടേക്ക് ഉണ്ട് വെള്ളം. ഇതിവിടെ കാണാൻ പറ്റും, വെള്ളം കയറി പോകുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ വെള്ളം കയറിപ്പോയി ഇതിനെ ചൂടാക്കി സ്റ്റീം ചെയ്തിട്ടാണ് ഇത് വാഷ് ചെയ്യുന്നത്. കുറച്ചുകൂടി ഒരു എലഗന്റ് മോഡലാണ് നമ്മൾ പണ്ടുണ്ടായിരുന്നേക്കാളും. നമ്മുടെ ഈ തൊട്ടടുത്തിരിക്കുന്ന മോഡൽ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. നമ്മുടെ സെനിത്ത് എന്ന് പറയുന്ന മോഡൽ. സെനിത്ത് കുറച്ചുകൂടി ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഈ സെനിത്ത് കുറച്ചുകൂടെ, ഇതാണ് സെനിത്ത് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷെ സെനിത്തിനേക്കാളും കുറച്ചുകൂടെ ഒരു എന്താ പറയാ, ഒരു എസ്തെറ്റിക്സ് ഒക്കെ ഭയങ്കര കൂടുതലുള്ള, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ബിഗർ സൈസ് ആയിട്ടുള്ള ചിമ്മിയാണ് ബോൾട്ട്. അതിന്റെ ഒരു സ്റ്റീം, ഒരു ക്രോം ബീഡിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്ന, ഒരു ഡിഫറെന്റ് ഷേപ്പിലുള്ള ഒരു ക്രോം ബീഡിംഗ് ഒക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ക്ലീനിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൗണ്ട് ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതിന്റെ ഡക്റ്റ് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഡക്റ്റ് വൈബ്രേറ്റ് ചെയ്യുന്നത്. ആ സൗണ്ടും നോയിസ് ലെവലും നോർമലി ഇത്രയും വരില്ല, കാരണം ഈ നോയിസ് വരുന്നത് നമ്മൾ ഡക്റ്റ് പുറത്തേക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ ആ ബീമിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും, ആ മുകളിലൊക്കെ നോക്കിയാൽ വെള്ളം പിടിച്ചേക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വെള്ളം കഴുകി മുകളിലോട്ട് പോകുന്നതാണ്. അപ്പൊ അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വോൾട്ടിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ മോട്ടറിന്റെ ലൈഫ് കൂടുതലായിരിക്കും. ഒരു കാരണവശാലും, കാരണം 100% മെറ്റാലിക് ബ്ലോവർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 240 വാട്ട്സ് ആണ് അതിന്റെ കപ്പാസിറ്റി. പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതാണ് ഇതിന്റെ പ്രോസസ്. ഇതിപ്പോ 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, ഞാൻ ഓഫ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് സ്റ്റീം വാഷ് ചെയ്ത് ഓഫ് ചെയ്യണമെങ്കിൽ ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്യണം.
ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവും. ദെൻ അഗെയിൻ നമുക്ക് ചിമ്മിനി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. സോ നോർമലി ഇതാ ചിമ്മിനി ഓണായി. സ്പീഡ് 2-ലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സ്പീഡ് 1 ആയി. ടർബോ ആയി. ടർബോ വേണമെങ്കിൽ ടർബോ ഓഫ് ചെയ്തു. ഗസ്റ്റർ നമ്മളിപ്പോൾ ഓൺ ആയി കിടക്കുന്നു, അതുകൊണ്ടാണ് ലൈറ്റ് അപ്പ് ആയി കിടക്കുന്നത്. ഗസ്റ്റർ വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഗസ്റ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്ററിൽ ചിമ്മിനി ഓഫ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ബോൾട്ട് എന്ന് പറയുന്ന മോഡൽ. വളരെ ഒരു എസ്തെറ്റിക്സും വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡലാണ്. കാണാൻ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും പ്രീമിയം മോഡൽ ചിമ്മിനിയുടെ ഒരു അപ്പിയറൻസ് ഉണ്ട്. ഭയങ്കര പ്രീമിയം അപ്പിയറൻസ് ഉള്ള ഒരു മോഡലാണ്. എനിവേ താങ്ക് യു.